ഈ ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് 11.3-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിക്കാം. ഫൈൻഡ് ദ നമ്പർ ഫ്രം ഈച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പാൻഡഡ് ഫോംസ്. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പാൻഡഡ് ഫോമിൽ നിന്ന് നമുക്കതിൻ്റെ നമ്പർ എടുത്ത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 into 10 raised to 4 plus 6 into 10 raised to 3 plus 0 into 10 raised to 2 plus 4 into 10 raised to 1 plus 5 into 10 raised to 0. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പവേഴ്സ് എന്നത് നോക്കി എന്ത് ഓർഡറിലാണ്? ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. 10 raised to 4 അതുപോലെ ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. അപ്പോൾ മിസ്സിങ് വരുന്നതാണെങ്കിൽ, പവേഴ്സ് മിസ്സിങ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതണം? 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 8 into 10 raised to 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 8 എഴുതി. ഇനി വരേണ്ടത് 10 raised to 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 raised to 3. അപ്പോൾ ഇവിടെ 10 raised to 3 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റ് എന്താ? 6 എടുത്ത് എഴുതി. അടുത്തത് 0 into 10 raised to 2. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ കറക്റ്റാണ്. 4 കഴിഞ്ഞു 3 വന്നു, 3 കഴിഞ്ഞ് 2 വന്നു, 2ൻ്റെ അവിടെ എന്താ വേണ്ട? അപ്പോൾ 0 ആണ്. അപ്പോൾ നമുക്ക് 0 എടുത്ത് എഴുതി. ഇനി അടുത്തത് 10 raised to 1. അപ്പോൾ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 ആയി. 1ൻ്റെ ഡിജിറ്റ് ഏതാ? 4 എഴുതി. ഇനി നെക്സ്റ്റ് 5 into 10 raised to 0. 1 കഴിയുമ്പോൾ അടുത്ത നമ്പർ പവർ 0 വന്നിരിക്കണം. അപ്പോൾ ഓർഡറിലായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ മിസ്സിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 5 എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഉണ്ടോ? 86045. എങ്ങനെ കിട്ടിയത്? എപ്പോഴും നമ്മുടെ പവേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 raised to 4. അപ്പോൾ 4ൻ്റെ പ്ലേസിലുള്ള 8 എടുത്ത് എഴുതി. 10 raised to 3 അതിൻ്റെ പ്ലേസിലുള്ള 6 എടുത്ത് എഴുതി. 10 raised to 2 അതിൻ്റെ 0 എടുത്ത് എഴുതി. 10 raised to 1 എന്തിൻ്റെ 10 raised to 1 ആണ്? 4. അപ്പോൾ ആ 4 എടുത്ത് എഴുതി. ഇനി 1 കഴിഞ്ഞാൽ പവർ കഴിഞ്ഞിട്ട് അടുത്ത പവർ 0 ആണ്. 1 കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ 10 raised to 0ൻ്റെ ഉള്ള നമ്പർ എത്രയാണ്? 5. അപ്പോൾ നമ്മൾ 5 എടുത്ത് എഴുതി. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് പവേഴ്സ് ഒന്നും മിസ്സിങ് ഇല്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 into 10 raised to 5. 4 into 10 raised to 5. അപ്പോൾ ഫസ്റ്റ് പവർ 10 raised to 5 ആണ്. അപ്പോൾ അതിൻ്റെ നമ്പർ 4 എടുത്ത് എഴുതി. ഇനി വേണ്ടത് എന്താ? 10 raised to 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് 10 raised to 4 ആണ്. പക്ഷെ ഇവിടെ പവർ വന്നേക്കണം നോക്കിയാൽ 10 raised to 3 ആണ്. അപ്പോൾ 10 raised to 4 എന്നത് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അവിടെ എന്ത് എഴുതണം? 0. അതൊരു മിസ്സിങ് ആയതുകൊണ്ട് അവിടെ നമുക്ക് 0 ആയിരിക്കും നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ 5 into അടുത്ത് നോക്കി 5 into 10 raised to 3. അപ്പോൾ 10 raised to 4 കഴിഞ്ഞാൽ അടുത്തത് 10 raised to 3 ആണ്. അപ്പോൾ 10 raised to 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ 5 എടുത്ത് എഴുതി. ഇനി അതിനുശേഷം 10 raised to അടുത്തത് 3 into 10 raised to 2. അപ്പോൾ നമ്പർ എഴുതേണ്ടത് 3 ആണ്. ഓക്കെ, ഇനി 10 raised to 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് 10 raised to 1 ആയിരുന്നു അല്ലേ? 10 raised to 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 raised to 1. 10 raised to 1 ഉണ്ടോ? ഇവിടെ ഇല്ല. അതിന് ശേഷം 0 വന്നേക്കണം. അപ്പോൾ ഇവിടെ ഒരു മിസ്സിങ് ഉണ്ട് അല്ലേ? 10 raised to 1 എന്നില്ല. അപ്പോൾ ആ നമ്പറിന് വരെ നമുക്ക് അവിടെ എഴുതേണ്ടത് 0. ഇനി 1 കഴിഞ്ഞാൽ പിന്നെ 10 raised to 1 കഴിഞ്ഞാൽ അടുത്തത് 10 raised to 0 ആണ്. ഇവിടെ 10 raised to 0 എന്നിരിക്കുന്നത് 2 into 10 raised to 0 ആണ്. അപ്പോൾ നമുക്ക് നമ്പർ 2 എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ എന്ത് പറഞ്ഞു? 405302 ആൻസർ വന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 3 into 10 raised to 4. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3 ആണ്. ഇനി 10 raised to 4 കഴിഞ്ഞിട്ട് അടുത്ത് വരേണ്ടത് 10 raised to 3 ആണ്. 10 raised to 3 ഇല്ല. അടുത്ത് വന്നിരിക്കുന്നത് 10 raised to 2 ആണ്. അപ്പോൾ 4 കഴിഞ്ഞിട്ട് 2 ആണ്. സോ 10 raised to 3 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതണം? 0. ഇനി അടുത്തത് 10 raised to 2 ആണ് വരേണ്ടത്. അതിവിടെ ഉണ്ട് 10 raised to 2. അതിൻ്റെ നമ്പർ എന്താ? 7 into 10 raised to 2 ആണ്. അപ്പോൾ നമ്പർ എന്ത് എഴുതണം? 7. ഇനി അടുത്ത് വരേണ്ടത് 10 raised to 2 കഴിഞ്ഞാൽ അടുത്ത 10 raised to 1. ഡിസെൻഡിങ് ഓർഡറിലാണല്ലോ വരുന്നത്. അപ്പോൾ 3 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 1 ആണ് വരേണ്ടത്. അപ്പോൾ 10 raised to 1 എന്നുള്ളത് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? 0. ഇനി 10 raised to 1 കഴിഞ്ഞാൽ അടുത്തത് 10 raised to 0 ആണ്. അപ്പോൾ 10 raised to 0 ഇവിടെ ഉണ്ട്. അതിൻ്റെ നമ്പർ എന്താ? 5 into 10 raised to 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഡി ഫസ്റ്റ് വന്നിരിക്കുന്നത് 9 into 10 raised to 5. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്താ? 9. ആ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഇനി സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 10 raised to 4 ആയിരുന്നു. ഇവിടെ 10 raised to 4 ഇല്ല. 10 raised to 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 0 എഴുതാം. അപ്പോൾ 10 raised to 5 ആണ് ആദ്യം തന്നിരിക്കുന്നത്. അതിൻ്റെ 9 എഴുതി. ഇനി അടുത്ത 10 raised to 4 ആണ്. 10 raised to 4 ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ 0 ഇട്ടു. ഇനി 10 raised to 3 ആണ് വേണ്ടത്. 10 raised to 3 ഇവിടെ ഇല്ല. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 0 ഇടുക. അടുത്ത 10 raised to 2 ആണ്. 10 raised to 2 ഇവിടെ തന്നിട്ടുണ്ട്. 2 into 10 raised to 2. അപ്പോൾ നമ്പർ 2 എഴുതാം. ഇനി അടുത്തത് 10 raised to 1 ആണ് ഇതുണ്ട്. അപ്പോൾ ഇവിടെ 10 raised to 1 ഉണ്ട്. 10 raised to 1ൻ്റെ നമ്പർ 3 into 10 raised to 1 ആണ്. അപ്പോൾ
പൊസിഷനിലേക്ക് 3 ഇട്ടു. ഇനി അത് കഴിഞ്ഞ് എന്താ, ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 10⁻0 വരും അല്ലേ. അപ്പോൾ 10⁻0 എന്നുള്ളത് ഇവിടെ തന്നിട്ടില്ല, 1 വരെ ഉള്ളൂ. അപ്പോൾ 10⁻0 തരാത്തതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതണം, 0. അത് മിസ്സായി പോകരുത്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 10⁻0 എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ 10⁻0 ഇല്ലെങ്കിൽ അവിടെ നമുക്ക് 0 എഴുതണം. അപ്പോൾ നമ്പർ ഇസ് 900230. തേർഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.